ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുഴക്കുകയും പരത്തിയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. 2 മുട്ടയ്ക്കുള്ള സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സവാള തന്നെ മതിയാവും. അപ്പോൾ അത് നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ മസാലയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ നേരമൊന്നും വേണ്ട ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മസാല നന്നായിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ്. ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗരം മസാലയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇതിൽ കുറച്ചിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. മസാല ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗളിൽ നനവൊന്നും ഉണ്ടാവരുത്. കാരണം നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യില്ല, അതുപോലെ നല്ല പതഞ്ഞ് വരണം. ഇപ്പോൾ ബീറ്റർ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്ക് മിക്സിയിൽ ചെയ്താൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇത് ഈ ഒരു പരുവം കിട്ടണം. നല്ല ക്രീമി ആയിട്ട് വരണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ പതച്ചെടുത്തിട്ടുള്ളത് പിന്നെ അങ്ങ് പോകാൻ പാടില്ല. ആ പതിഞ്ഞിട്ട് തന്നെ ഇരിക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പതഞ്ഞ് വന്നത് ഒരിക്കലും ഇളക്കി വെള്ളം പോലെ ആക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം ഈ പതയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മാവെന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിം മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പതയൊന്നും എടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അടിനേ ഇളക്കിയെടുക്കരുത്. ആ മേലെയുള്ള ആ പത ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒരു 2 തവി അത്രേ എടുത്തിട്ടുള്ളൂ. കുഞ്ഞ് 2 തവിയാണ് കേട്ടോ. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കരുത്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഒരു 30 സെക്കൻഡൊക്കെ മതി. അത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ എത്രയാണോ മസാല വേണ്ടത് അത്രയും വെച്ച് കൊടുത്തോളൂ. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേണമെങ്കിൽ മയണൈസ് ഒഴിച്ച് കൊടുക്കാം, ടൊമാറ്റോ സോസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും മുറിച്ചെടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ലോണം മുരിയണമെങ്കിൽ അത്രയും നേരം വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബീറ്റർ ഇല്ലയെന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരിക്കരുത്. കാരണം മുട്ട സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നോമ്പ് തുറക്കാനാകുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. കാരണം ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.